Hi friends, welcome to this video. Friends, we will video unboxing video. This is a decent budget smartphone. OPPO A53 smartphone unboxing and details explain in this video. അപ്പോൾ ഫ്ലിപ്കാർട്ടിലൂടെ 11000 രൂപയ്ക്കാണ് ഏകദേശം 10990 രൂപയ്ക്കാണ് നമ്മൾ OPPO A53 എന്ന മോഡലിന്റെ 4GB RAM plus 64GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കേ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിംഗിലേക്ക് കടക്കാം. 4G വേരിയന്റിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറോട് കൂടി ഇറങ്ങിയ ലോ ബഡ്ജറ്റിലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്മാർട്ട്ഫോൺ തന്നെയായിരുന്നു OPPO A53. കഴിഞ്ഞ ഓഗസ്റ്റ് 2020 ഈ സ്മാർട്ട്ഫോൺ ലോഞ്ച് ചെയ്തത്. ഈ സ്മാർട്ട്ഫോണിന്റെ പ്രത്യേകതയെപ്പറ്റി പറയുകയാണെങ്കിൽ 10990 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് 6.5 ഇഞ്ച് വലുപ്പമുള്ള HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട്ഫോണിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 90 ഹെർട്സിന്റെ നിയോ സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റും ഈ സ്മാർട്ട്ഫോണിൽ നൽകിയിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 82.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ സ്മാർട്ട്ഫോണിന് ഉള്ളത്. ഇനി നമുക്ക് ഈ സ്മാർട്ട്ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിനുള്ളിൽ നൽകിയിരിക്കുന്നത് സ്മാർട്ട് ഫോണിനോടൊപ്പം ഒരു ട്രാൻസ്പെറൻറ്റ് കേസും അതോടൊപ്പം തന്നെ യൂസർ മാനുവൽ ഗൈഡും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതോടൊപ്പം തന്നെ ചാർജിംഗ് ടൈപ്പ് സി കേബിളുമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിലുള്ളതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഈ സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിട്ടില്ല. ഒപ്പോയുടെ എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്പെറൻറ്റ് കേസാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. മാത്രമല്ല സിം ജെക്ക് ടൂളും നൽകിയിട്ടുണ്ട്. ഇനി ചാർജറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒപ്പോയുടെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളുമാണ് ഈ സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്യാം. ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. 4GB RAM plus 64GB ഇന്റർണൽ മെമ്മറി വരുന്ന മൂൺലൈറ്റ് ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റാണ് നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ നിർമ്മിച്ചിരിക്കുന്നത് പോളി കാർബണൈറ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അത്യാവശ്യം മികച്ച ക്വാളിറ്റിയുള്ള നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേയും വോളിയം ബ്രോക്കേഴ്സും സ്മാർട്ട് ഫോണിൻ്റെ ബോട്ടം പൊസിഷനിലായിട്ട് സ്പീക്കറും അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും 3.5mm ഓഡിയോ ജാക്കും മൈക്കും നൽകിയിരിക്കുന്നു. സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടില്ല. ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ പഞ്ച് ഹോളിലാണ് സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. ബാക്ക് പാനലിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടോ ഡിസ്പ്ലേയിലോ നൽകിയിട്ടില്ല. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് 156 ഗ്രാമാണ്. അതിനാൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഈ സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 3.5mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. റിയർ ക്യാമറയിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ക്യാമറയ്ക്ക് ചുറ്റും ചെറിയൊരു ക്രോമിയത്തിൻ്റെ ഫിനിഷിങ്ങും നൽകിയിട്ടുണ്ട്. റിയർ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസിനോടൊപ്പം 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. 16 മെഗാപിക്സലിൻ്റെ സെൻസറാണ് സെൽഫി ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് ഫുൾ HD വീഡിയോസും HD വീഡിയോസും നമുക്ക് 30 FPS-ലും 60 FPS-ലും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് 10-ൽ ബേസ് ചെയ്തിട്ടുള്ള ഒപ്പോയുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ColorOS 7.2 എന്ന വെർഷനിലാണ് ഈ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 1.8 GHz ഒക്ടാകോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 460 പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റായി അഡ്രീനോ 610 ആണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് റെസ്പോൺസാണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഡിസ്പ്ലേക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഔട്ട്ഡോറിൽ സൺലൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം.
ഏകദേശം 11,000 രൂപ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോൺ തരുന്നത്. റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മളെടുക്കുന്ന ഫോട്ടോസിന് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ലഭിക്കുന്നുണ്ട്. പിക്ചറിൻ്റെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ പിക്ചറിലെ ഓരോരോ ഒബ്ജക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സൂം ചെയ്യുമ്പോൾ തന്നെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോസിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഏകദേശം ഫുൾ HD വീഡിയോസും HD വീഡിയോസും ഒക്കെ വളരെ ലാഗ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. റിയർ മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറോടൊപ്പം തന്നെ ആക്സിലോമീറ്റർ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ് തുടങ്ങിയ എല്ലാ സെൻസറുകളും ഈ സ്മാർട്ട് ഫോണിനും നൽകിയിട്ടുണ്ട്. ഫെയറി വൈറ്റ്, ഇലക്ട്രിക് ബ്ലാക്ക്, ഫാൻസി ബ്ലൂ എന്നിങ്ങനെ 3 കളർ വേരിയൻറ്റുകളാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. OPPO A53യുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.0 A2DP LE ആണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈഫൈ, GPS, റേഡിയോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഈ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ അല്ല. USB Type-C 2.0 ആണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് 10ൽ ബേസ് ചെയ്തിട്ടുള്ള ഒപ്പോയുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ColorOS 7.2 എന്ന വെർഷനിലാണ് ഈ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത്. അതിനാൽ തന്നെ അത്യാവശ്യം വളരെ മികച്ച രീതിയിലുള്ള ക്വാളിറ്റിയുള്ള നല്ല കളർ റീപ്രൊഡക്ഷനുള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ColorOS. 5000 mAh ഒരു വലിയ ബാറ്ററി ഉണ്ടെങ്കിൽ പോലും 8.4 mm ആണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു സിംഗിൾ ഹാൻഡിൽ വളരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ കാർഡ് സ്ലോട്ട് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടോടുകൂടിയാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അതിനാൽ തന്നെ അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഡുവൽ 4G സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റാൻഡ് ബൈ ഉള്ള സിം കാർഡാണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല എക്സ്റ്റേണൽ മെമ്മറി കാർഡ് നമുക്ക് 1 TB വരെ ഈ സ്മാർട്ട് ഫോണിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായും 3 മെമ്മറി വേരിയൻറ്റുകളാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM + 64GB ഇൻ്റർണൽ മെമ്മറി, 4GB RAM + 128GB ഇൻ്റർണൽ മെമ്മറി, 6GB RAM + 128GB ഇൻ്റർണൽ മെമ്മറി. അപ്പോൾ 11,000 രൂപ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിനായി ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ബി ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.